ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, ഒന്ന് വേഗം മെയ് 4 ആയാൽ മതിയെന്ന നിലയിലാണ് തലയിൽ കളിമണ്ണല്ലാത്ത മുഴുവൻ മനുഷ്യരും. അല്ലെങ്കിൽ കേരളത്തിലെ സുപ്രസിദ്ധ മാധ്യമപ്രവർത്തകർ എഴുതിവിടുന്ന മണ്ടത്തരങ്ങളും അതേറ്റുപിടിക്കുന്ന ദൃശ്യമാധ്യമങ്ങളെയും കാണേണ്ടി വരും. എൻ്റെ സംശയം അതല്ല, ഈ മാധ്യമപ്രവർത്തകരൊക്കെ എന്താണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്? നാട്ടുകാരൊക്കെ തലച്ചോറില്ലാത്ത കാഴ്ചവസ്തുക്കളാണെന്നാണോ? ഇന്നിപ്പോൾ ഏപ്രിൽ 27, ഇനി 28, 29, 30, അടുത്ത മാസം മെയ് 1, 2, 3, അതായത് ഇന്നേക്ക് 7-ാം ദിവസമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. ഏതാണ്ട് 10 മണിയോടെ ട്രെൻഡ് അറിയാം, ഉച്ചയോടെ ചിത്രം തെളിയും. സാങ്കേതികമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ചിലപ്പോൾ റീകൗണ്ടിങ് വേണ്ടി വരുന്നതുമൊക്കെ പരിഗണിച്ചാലും വൈകുന്നേരത്തോടെ കേരളം ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരും. പരമമായ യാഥാർത്ഥ്യം ഇതാണ്. അവിടെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വാർത്തയുടെ രസീതത്വം. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ഉൽപ്പാദിപ്പിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പറഞ്ഞു വന്നത്, പറയാൻ പോകുന്നത് ഇന്നത്തെ മംഗളം പത്രത്തിൻ്റെ 3-ാം പേജിൽ വന്നൊരു ബോക്സ് വാർത്തയെക്കുറിച്ചാണ്. ഭരണ തുടർച്ച ഉറപ്പിച്ച് പിണറായി, മെയ് 5 പന്തലിടാൻ നിർദ്ദേശം. തിരുവനന്തപുരം ഡേറ്റ് ലൈനിലാണ് വാർത്ത വന്നിരിക്കുന്നത്. വാർത്തയുടെ ഉപജ്ഞാതാവ് എസ് നാരായണൻ. അതായത് വാർത്താ ലോകത്ത് ബൈലൈൻ എന്ന് പറയുന്ന സംഗതി എസ് നാരായണൻ്റെ പേരിലാണ്. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഭരണ തുടർച്ച ഉറപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വോട്ടെണ്ണൽ ദിനമായ മെയ് 4 പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പന്തലിടാൻ നിർദ്ദേശം നൽകിയതായി സൂചന. വാർത്തയുടെ തലക്കെട്ടും ഇൻട്രോയും അവസാനിക്കുന്നത് ആശ്ചര്യചിഹ്നത്തോടെയാണ്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ വായനക്കാർ ആശ്ചര്യപ്പെട്ടു പോകാതിരുന്നാൽ എഴുതിയയാൾക്ക് അതൊരു നാണക്കേടായി ഭവിക്കുമല്ലോ. അത്രയും ശ്രദ്ധ പുലർത്തിയതിൽ നന്ദി. വാർത്ത സ്ക്രീനിൽ കൊടുക്കാം, വായിക്കാത്തവർ തീർച്ചയായും വായിക്കണം. അതുകൊണ്ട് 2-ാം ഖണ്ഡിക വായിക്കുന്നില്ല. 3-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഈ വിധമാണ്: കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഔദ്യോഗിക ഫയലിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ നടന്ന സംഭാഷണം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വെളിപ്പെടുത്തുന്നതായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ സർക്കാർ വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായാണ് സൂചന. അങ്ങനെ സൂചന വെച്ച് അവസാനിപ്പിച്ച ഒരു വാർത്ത കേരളത്തിലെ 4-ാമത്തെ ചാനലെന്ന് അവകാശപ്പെടുന്ന ന്യൂസ് മലയാളം മംഗളത്തേക്കാൾ നന്നായി വീശിക്കൊടുത്തു. ഒരു വാർത്ത മംഗളത്തിന്റെ ഉൾപേജിൽ ഇന്ന് കാണാൻ കഴിയുന്നത്, ഭരണ തുടർച്ച ഉറപ്പിച്ച് പിണറായി മെയ് 5 പന്തലിടാൻ നിർദ്ദേശം എന്നുള്ളതാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്നും എസ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഭരണ തുടർച്ച ഉറപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടെണ്ണൽ ദിനമായ മെയ് 4 പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പന്തലിടാൻ നിർദ്ദേശം നൽകിയെന്നാണ് ഈ റിപ്പോർട്ട് മംഗളം പറയുന്നത്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലുകളുമാണ് മുഖ്യമന്ത്രിക്കും CPIM-നും ആത്മവിശ്വാസമേകുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രമുഖ ചാനലുകളെല്ലാം എക്സിറ്റ് പോൾ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 29-ന് ശേഷമേ സർവേ ഫലം പുറത്തുവിടാനാവൂ. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഔദ്യോഗിക ഫയലിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ നടന്ന സംഭാഷണം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വെളിപ്പെടുത്തുന്നതായിരുന്നുവെന്നാണ് മംഗളം ഈ റിപ്പോർട്ടിൽ. ശരിക്കും മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മെയ് 4 ഫലം വന്ന് പിറ്റേന്ന്, അതായത് 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ എന്നൊക്കെ എഴുതി പിടിപ്പിക്കണമെങ്കിൽ അത് ഏറ്റുപിടിക്കാൻ ഒരു ചാനൽ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന പണിയുടെ പേര് മാധ്യമപ്രവർത്തനം എന്നല്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. ഇതിൽ വാർത്ത എന്ന നിലയ്ക്ക് ഒന്നാമതായി പരിശോധിക്കേണ്ട കാര്യം പിണറായി വിജയനെ എങ്ങനെ കോട്ട് ചെയ്തു എന്നുള്ളതാണ്. പറയാനുള്ളത് പറയേണ്ട സമയത്ത് നേരിട്ട് പറയുന്ന ആളാണ് പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ പിണറായി പറയാത്തൊരു കാര്യത്തെ ആശ്ചര്യചിഹ്നത്തിൻ്റെ പിൻബലത്തിലും സൂചനയുടെ ന്യായീകരണത്തിലും അച്ചുനിരത്തി നിർമ്മിച്ചെടുത്ത ഒരു വാർത്ത മാത്രമാണിതെന്ന് പ്രാഥമികമായി കാണാൻ കഴിയും. രണ്ടാമതായി,
കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന നാടകങ്ങൾക്കും പോരുകൾക്കും ഒരു മറുമരുന്ന് എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ ഈ വാർത്ത ഒരു പരിധിവരെ പ്രാപ്തമാകും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ചോ അതിനുശേഷമുള്ള മുന്നണി ചർച്ചകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ആളല്ല എസ് നാരായണൻ. പക്ഷേ ഇങ്ങനെയൊക്കെ വാർത്ത എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ആരാണ് ഈ എസ് നാരായണൻ എന്ന് പലരും വിളിച്ചു ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം പഴയ തനിനിറം ജയചന്ദ്രനാണ് എസ് നാരായണൻ എന്ന പേരിൽ മംഗളത്തിൽ എഴുതുന്നത് എന്നതാണ്. എസ് നാരായണൻ്റെ തനിനിറം വെളിവാക്കുന്ന ഒരു പഴയ വാർത്ത ഓർമ്മിപ്പിക്കാം. KM മാണി ഇടുക്കിയിലേതോ പൊതുയോഗത്തിലോ മറ്റോ സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ജല്ലിക്കെട്ട് കാളകളെ ഇറക്കി കുത്തിക്കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നുവെന്ന യമണ്ടൻ വാർത്ത എഴുതി പിടിപ്പിച്ചയാളാണ് ഈ എസ് നാരായണൻ. ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന KM മാണിയെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ബുദ്ധിയുള്ള ജല്ലിക്കെട്ട് കാളയുണ്ടത്രേ. അപ്പോൾ മെയ് 5 സത്യപ്രതിജ്ഞ എന്നൊക്കെ വാർത്ത എഴുതാൻ കൈക്ക് ഒരു വിറയലും ഉണ്ടാകില്ല, തലച്ചോറിന് ഒരു മടിയും ഉണ്ടാകില്ല. അങ്ങനെ എത്രയെത്ര വാർത്തകൾ. സത്യത്തിൽ എനിക്കിപ്പോൾ ഒരു ആശ്ചര്യചിഹ്നം ഇടാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്കുണ്ട് പ്രസ്തുത വാർത്തയുടെ ഇമ്പാക്റ്റ്. നമ്മളുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. എല്ലാ തരത്തിലും ഒരു സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് പ്രാപ്തമാകും വിധം വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നത് മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ തുടങ്ങി വോട്ടെടുപ്പും പിന്നെ ഫലപ്രഖ്യാപനവും നടത്തി പുതിയ സർക്കാരിലേക്ക് ഒരു നാടിനെ എത്തിക്കുന്ന വലിയൊരു പ്രക്രിയ. ആ പ്രക്രിയയെ തന്നെ ഒറ്റയടിക്ക് റദ്ദ് ചെയ്യുന്നതാണ് എസ് നാരായണൻ്റെ വാർത്ത. ബോധമുള്ള വായനക്കാരൻ ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ എന്ന് ചോദിക്കും വിധമുള്ള വാർത്ത. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. പ്രധാനമായും രണ്ട് മുന്നണികളും മൂന്നാമതൊരു മുന്നണിയും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ ഇത്. അവരിൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ സീറ്റ് കിട്ടുക? അവരെയല്ലേ ഗവർണർ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കുക. ഉദാഹരണത്തിന് ഇടത് മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചു എന്ന് തന്നെ കരുതുക. സ്വാഭാവികമായും ഇടതു മുന്നണിയുടെ യോഗം ചേരേണ്ടേ? മുന്നണിയിലെ തന്നെ ഏത് പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ കൂടുതൽ നഷ്ടം ആർക്കാണുണ്ടായത്? അപ്പോൾ എത്ര മന്ത്രിസ്ഥാനം എന്നതിൽ തീരുമാനമാകേണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് കരുതിക്കൂ. പക്ഷേ അപ്പോഴും CPM-ൽ നിന്നുള്ള മന്ത്രിമാർ ആരൊക്കെയൊന്ന് ചിന്തിക്കാൻ കുറഞ്ഞത് സംസ്ഥാന സെക്രട്ടേറിയറ്റെങ്കിലും ചേരേണ്ടേ? മറ്റു പാർട്ടികളിലെ മന്ത്രിമാർ ആരൊക്കെയൊന്ന് തീരുമാനിക്കാൻ അവർക്കും അവരുടേതായ സംഘടനാ യോഗങ്ങൾ ചേരേണ്ടേ? സീറ്റൊന്നും കിട്ടാതെ പോയ ഏതെങ്കിലും ഘടകകക്ഷികളുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നൽകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കണ്ടേ? അതായത് എസ് നാരായണൻ്റെ വാർത്ത പ്രകാരം 4-ാം തീയതി രാത്രി ചർച്ച തുടങ്ങി 5-ാം തീയതി പുലർച്ചെ ചർച്ച അവസാനിപ്പിച്ച് രാവിലെ 10 മണിക്ക് തന്നെ ഗവർണറെ കണ്ട് പിണറായി വിജയനും കൂട്ടരും വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് സങ്കല്പം. നാരായണൻ എന്നല്ല, ആർക്ക് സങ്കല്പിക്കാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായെന്ന് ഇപ്പം തന്നെ സങ്കല്പിച്ചു. പക്ഷേ അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രത്യേകം ഓർക്കണമെന്ന് മാത്രം. ഇനി ഇടതുപക്ഷക്കാരെ കയ്യിലെടുക്കാമെന്ന് കരുതിയാണ് വാർത്ത തയ്യാറാക്കിയതെങ്കിൽ നാരായണ, നിങ്ങൾക്ക് തെറ്റി. അവർ അതിൽ വീണില്ല. എന്തായാലും അല്പം വൈകിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനുമായിരുന്ന PM മനോജ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന പ്രക്രിയ എന്തെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് വായിക്കാവുന്നതാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണത്. ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് ആയതിനാൽ അതിവിടെ പരാമർശിക്കുന്നില്ല. എന്തായാലും എസ് നാരായണൻ എന്ന തനിനിറം ജയചന്ദ്രനെ വലിച്ചു കീറി മംഗളത്തിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചിട്ടുണ്ട് PM മനോജ്. ന്യൂസ് ലാബിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വിമർശിക്കാൻ ഒരു മടിയും കാട്ടേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.